കഴിഞ്ഞ ദിവസങ്ങളിൽ KM സച്ചിൻ ദേവും ആര്യ രാജേന്ദ്രനും ഉൾപ്പെടെയുള്ളവർ ഒരു ഫോട്ടോ ഇട്ടപ്പോൾ ആ ഫോട്ടോൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ അങ്ങേയറ്റം അരാഷ്ട്രീയം എന്ന് മാത്രമല്ല മര്യാദയും മാന്യതയും ഇല്ലാത്ത നിലയിൽ ഒരു പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത വണ്ണത്തിലാണ്. ഇതൊക്കെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത് നമ്മളൊക്കെ ട്രെയിനിൻ്റെ ഭിത്തികളിലും പൊതു ശൗചാലയങ്ങളുടെ ഭിത്തികളിലൊക്കെ ഉണ്ടായിരുന്ന അശ്ലീല കമൻറ്റുകൾ ഉണ്ടല്ലോ, ആ കമൻറ്റുകൾ ഇടുന്ന ആളുകളൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്കെതിരെയൊക്കെയുള്ള പരാതി ഞങ്ങൾ പോലീസിൽ കൊടുക്കുന്നുണ്ട്. ആ പരാതി രമേശ് ചെന്നിത്തലയുടെ പോലീസും ഈ പറഞ്ഞ ആളുകളും സ്വീകരിക്കുമോ എന്നത് തന്നെ ഞങ്ങൾക്ക് സംശയമാണ്. കാരണം രാഷ്ട്രീയ പ്രതികരണം നടത്തുന്ന ആളുകളെ സസ്പെൻഡ് ചെയ്യാനുള്ള തിരക്കിലാണ് അവരൊക്കെയും. അപ്പോൾ ഒന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ വ്യക്തികളെയൊക്കെയും വ്യക്തിപരമായി തന്നെ നേരിട്ട് കണ്ട്, സഹോദര എന്താണ് നിങ്ങളുടെ പ്രശ്നം, ഞങ്ങൾ എന്താ ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ആ ബുദ്ധിമുട്ടുമായി ബന്ധപ്പെട്ട് നേരിട്ട് സംസാരിക്കാമെന്ന് തന്നെയാണ് കരുതുന്നത്. അത്തരം ആളുകളുമായി ബന്ധപ്പെട്ട് ഇത്രയും വലിയ സംഘടനയുള്ള സ്ഥിതിക്ക് ഓരോ പ്രദേശത്തെയും തിരിച്ചറിയാൻ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ആ ബുദ്ധിമുട്ട് ഇല്ലാത്ത സ്ഥിതിക്ക് ഇത്തരം വ്യാജ പ്രചരണങ്ങൾ, രാഷ്ട്രീയപരമായ എന്ത് പ്രചരണത്തെയും ഞങ്ങൾ നേരിടും. പക്ഷേ ഇത്തരം വ്യാജ പ്രചരണങ്ങൾ, അശ്ലീല കമൻറ്റുകൾ, വ്യക്തിപരമായ അധിക്ഷേപം, ബോഡി ഷെയ്മിങ് എന്തൊക്കെയാണ് വിളിക്കുന്നത്, ഞാനൊന്നും ഇവിടെ ഉപയോഗിക്കുന്നില്ല ആ വാക്കുകളൊന്നും. ഇതൊക്കെ ഇനിയും സഹിച്ചു പോകണം. അത് മുഖ്യധാര ഇടതുപക്ഷം മാത്രം അർഹിക്കുന്ന കാര്യമാണ് എന്ന് കേരളീയ പൊതുസമൂഹത്തിൻ്റെ മുകളിലേക്കൊരു പൊതുബോധം ഉണ്ടാക്കിക്കൊണ്ടുവരികയാണ്. അത് ശരിയാണോ? അത് നമുക്ക് ഇനിയും അങ്ങനെ തന്നെ അംഗീകരിച്ചു പോകാൻ കഴിയുന്ന ഒന്നല്ല എന്ന് അറിയിക്കാൻ തന്നെയാണ് ഇങ്ങനെ മാധ്യമങ്ങളെ കാണുന്നത്. അങ്ങേയറ്റം അക്രമമാണ് അഴിച്ചുവിടുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച പാളയത്ത് വെച്ച് പോലീസും KSUവും ചേർന്ന് നടത്തിയ അക്രമം ഏറ്റുവാങ്ങി ഞങ്ങൾ. പക്ഷേ എന്താ സംഭവിച്ചത്? ബാലസംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും SFIയുടെ സംസ്ഥാന പ്രസിഡന്റിനും ഒക്കെ പരിക്കേറ്റ് ആശുപത്രിയിൽ കാണിച്ചത് ഏതെങ്കിലും സ്വകാര്യ ആശുപത്രിയിലോ കോപ്പറേറ്റീവ് ആശുപത്രിയിലോ ഒന്നുമല്ല, സർക്കാർ ആശുപത്രിയിലാണ്. സർക്കാർ ആശുപത്രിയുടെ മൂൺ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഞങ്ങൾ എവിടെ ഹാജരാക്കാം. പക്ഷേ അതിനെതിരെയുള്ള വ്യാജ പ്രചരണം എത്രത്തോളമാണ്? ഇവരുടെ കൈക്കൊന്നും പറ്റിയിട്ടില്ല, കാലിനൊന്നും പറ്റിയിട്ടില്ല, ഇവർ അഭിനയിക്കുകയാണ്. കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി മുരളീധരൻ തന്നെയാണല്ലോ. അദ്ദേഹത്തിന് അവരുടെ മന്ത്രിയുടെ കൂടിയായിട്ടുള്ള വകുപ്പിനോട് ഇത്രമേൽ വിശ്വാസത കുറവുണ്ടോ ഈ പറഞ്ഞ സൈബർ കൂട്ടങ്ങൾക്ക് എന്ന് അന്വേഷിക്കണം. അപ്പോൾ ഈ സൈബർ കൂട്ടങ്ങളെ ഈ നിലയിൽ വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ശക്തമായി ഞങ്ങളത് പ്രതിരോധിക്കും. സ്വാഭാവികമായും അത്തരം വ്യാജ പ്രചരണങ്ങൾ ഉണ്ടാകുന്ന ഇടങ്ങളിൽ പരാതി കൊടുക്കാനും അതോടൊപ്പം അവരെ നേരിൽ കണ്ട് ആ തെറ്റിദ്ധാരണ മാറ്റാനും ഞങ്ങൾ ശ്രമിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്.